അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഫൗണ്ടറും അതിൻ്റെ പ്രഥമ അമീറുമായ അബുൽ അഅ്ല മൗദൂദിയുടെ അറബി പരിജ്ഞാനം ബന്ധപ്പെട്ട് അതിശക്തമായ ചർച്ച സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സമകാലികരായ പണ്ഡിതന്മാരും അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ചുറ്റുപാടുമുള്ള ആളുകളും അതിനെ ശക്തമായ ഭാഷയിൽ തന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഗണ്ണിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്കാർ വരാറില്ല. അവർ സംവാദത്തിനോ മുഖാമുഖത്തിനോ പ്രസംഗങ്ങൾക്കോ ചർച്ചകൾക്കോ വരാതെ വഴിമാറി ഒഴിഞ്ഞു നിന്ന് സ്വയം ബുദ്ധിജീവി ചമഞ്ഞ് മാറി നിൽക്കലാണ് പതിവ്. പക്ഷെ സോഷ്യൽ മീഡിയ നിലവിൽ വന്നു. ഈ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരെ നിർബന്ധപൂർവം ജനങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോൾ അവർക്ക് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വരുന്നുണ്ട്. IPH ഇറക്കിയ പുസ്തകങ്ങളിൽ തന്നെ വ്യക്തമാണ് അബുൽ അഅ്ല മൗദൂദിക്ക് അറബിയിൽ ഉന്നത പരിജ്ഞാനമില്ലായിരുന്നു എന്ന്. ഇത് പലപ്പോഴും നമ്മളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ നമ്മെ വിവരദോഷികളും വിവേകക്കുറവുള്ള ആളുകളുമൊക്കെ ആക്കി ചിത്രീകരിക്കലാണ് പതിവ്. എന്നാൽ ഈയിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ഒരു ചർച്ചയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സമുന്നത നേതാവ്, ജീവിച്ചിരിക്കുന്ന വലിയ അവരുടെ ബുദ്ധിജീവിയും എഴുത്തുകാരനും ചിന്തകനുമായ അബ്ദുൽ അസീസ് അൻസാരി പൊന്മുണ്ടം എന്ന് പറയുന്ന അവരുടെ പണ്ഡിതൻ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വരികയും ആദ്യ റൗണ്ടിൽ തന്നെ അദ്ദേഹം മൗദൂദിയെ വലിയ രീതിയിൽ വലിയ ബുദ്ധിജീവിയായി, വലിയ ബ്രില്യൻ്റായി, വലിയ ക്വാളിഫൈഡായി അവതരിപ്പിക്കുകയും അദ്ദേഹം ഇൽമുൽ മആനിയിലും മന്തിഖിലും തഫ്സീറിലും ഹദീസിലും ഉസൂൽ ഹദീസിലും ബയാനിലും ബൈളാവിയിലും തുർമുദിയിലും മുത്തവ്വയിലൊക്കെ മുവത്തയിലൊക്കെ വലിയ കഴിവുണ്ട് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അതേ അസീസ് പൊന്മുണ്ടം അല്പം കഴിഞ്ഞ് ചർച്ച മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ 21-ാം വയസ്സിൽ പോലും മൗദൂദിക്ക് ഖുർആൻ പോലും അർത്ഥമറിഞ്ഞ് ഓതാൻ അറിയില്ലായിരുന്നു, അത്തരം ഒരാളായിരുന്നു മൗദൂദി എന്ന് പറയുന്നതൊക്കെ നമുക്കിവിടെ വിശദമായി കേൾക്കാം. കേൾവിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇസ്ലാമിക വിജ്ഞാന സമ്പാദനത്തിന് കാര്യമായിട്ട് സയ്യിദ് മൗദൂദി പരിശ്രമിച്ചത് അറബി സാഹിത്യശാസ്ത്രത്തിൽ അഥവാ ഇൽമുൽ മആനി, അതിൽ അദ്ദേഹം ഉയർന്ന വിദ്യാഭ്യാസം നേടുകയുണ്ടായി. അതുപോലെ തന്നെ മന്തിഖിൽ, വിശുദ്ധ ഖുർആന്റെ തഫ്സീർ സാഹിത്യത്തിൽ, ഹദീസിൽ, ഉസൂലുൽ ഹദീസിൽ, അറബി അലങ്കാര ശാസ്ത്രമായ ഇൽമുൽ ബയാനിൽ, ഉസൂലുൽ ഫിഖ്ഹിൽ, ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം അറിയപ്പെട്ട വലിയ വലിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം വ്യത്യസ്ത ഗുരുനാഥന്മാരിൽ നിന്ന് പഠിക്കുകയുണ്ടായി. മൗലാന അബ്ദുസ്സലാം നിയാസിയിൽ നിന്നാണ് അറബി സാഹിത്യവും മറ്റും അദ്ദേഹം പഠിച്ചത്. അത്യുത്സാഹികളായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ മൗലാന അബ്ദുസ്സലാം നിയാസി ക്ലാസ് എടുക്കാറുണ്ടായിരുന്നുള്ളൂ എന്നതുകൂടി ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്ന വിഷയമാണ്. അതുപോലെ തന്നെ മൗലാന ഷരീഫുള്ളയിൽ നിന്നോ തഫ്സീർ ബൈളാവി, ഇമാം ബൈളാവിയുടെ തഫ്സീർ, ഹനഫി ഫിഖ്ഹിലെ പ്രാമാണിക ഗ്രന്ഥമായ അൽ ഹിദായ, അറബി ഭാഷാ സാഹിത്യത്തിലെ പ്രസിദ്ധ കൃതിയായ തഫ്താസാനിയുടെ മുത്തവ്വൽ, ഇമാം തുർമുദിയുടെ സുനൻ തുർമുദി, ഇമാം മാലിക്കിന്റെ അൽ മുവത്ത, ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് തന്നെ പഠിക്കുവാൻ സയ്യിദ് അബുൽ അഅ്ല മൗദൂദിക്ക് സാധിക്കുകയുണ്ടായി. മൗലാന ഇഷ്ഫാഖുർ റഹ്മാൻ കാന്തലവിയിൽ നിന്നോ വേറെയും കിതാബുകൾ അദ്ദേഹം പഠിക്കുകയുണ്ടായി. ഇങ്ങനെ അറബി ഭാഷയിൽ സയ്യിദ് അബുൽ അഅ്ല മൗദൂദിയുടെ പാണ്ഡിത്യം വളരെ ആഴത്തിലുള്ളതായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ വലിയ ആളുകൾ ഓതാറുള്ള കിതാബുകൾ ഓതുവാൻ അവസരം ലഭിച്ച, അതിന് മാത്രം ബുദ്ധിപരമായ മികവ് പുലർത്തിയിരുന്ന, ഓർമ്മശക്തി അങ്ങേയറ്റമുണ്ടായിരുന്ന മഹാനായ ഒരു വ്യക്തിത്വമായിരുന്നു സയ്യിദ് അബുൽ അഅ്ല മൗദൂദി. അദ്ദേഹത്തിന്റെ അറബി ഭാഷാ പാണ്ഡിത്യം വിളിച്ചു വന്നതാണ് 6 വാള്യങ്ങളുള്ള അദ്ദേഹത്തിന്റെ തഫ്സീർ ഗ്രന്ഥം അഥവാ തഫ്ഹീമുൽ ഖുർആൻ. ആ തഫ്ഹീമുൽ ഖുർആൻ വായിക്കുന്ന ഒരാളും സയ്യിദ് അബുൽ അഅ്ല മൗദൂദിക്ക് അറബി അറിയില്ല എന്ന വിഡ്ഢിത്തം വിളിച്ചു പറയുകയില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ മറ്റു ചില കൃതികൾ, ആ കൃതികൾ 21-ാമത്തെ വയസ്സിൽ അദ്ദേഹം സയ്യിദ് സുലൈമാൻ നദ്വിയുടെ നിർദ്ദേശപ്രകാരം, അതുപോലെ തന്നെ മൗലാന മുഹമ്മദ് അലിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം രചിച്ച അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന കൃതി, അതൊക്കെ വായിക്കുന്ന ഒരാൾ എങ്ങനെയാണ് സയ്യിദ് അബുൽ അഅ്ല മൗദൂദിക്ക് അറബി അറിയില്ല എന്ന് വാദിക്കുക എന്നത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്ന വിഷയമാണ്. നമുക്ക് ചിന്തിക്കാം,
അതേസമയം ഇവിടെ ചിന്തിക്കാൻ പറഞ്ഞത് 21 വയസ്സിൽ തഫീമുൽ ഖുർആൻ എഴുതി എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ അൽ ജിഹാദ് ഫിൽ ജിഹാദ്, അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥമൊക്കെ, അതൊക്കെ അറബിയല്ല, ഉറുദുവാണ്. നമ്മുടെ വിഷയം ഇവിടെ അറബി ഭാഷയാണ്, അറബി ഗ്രന്ഥങ്ങളാണ്. മൗദൂദിയുടേതായി ഒരു അറബി ഗ്രന്ഥമില്ല. ഈ 170ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി എന്നൊക്കെ പറയുമ്പോഴും അറബിയിലുള്ള ഒരു രചനയോ, അറബിയിലുള്ള ഒരു പേജോ, അറബിയിലുള്ള ഒരു അവതാരികയോ, അറബിയിലുള്ള ഒരു ആമുഖമോ, ഒരു ലേഖനമോ, ഒരു പ്രബന്ധമോ മൗദൂദിയുടേതായിട്ടില്ല എന്ന് ഇവരെന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉറുദു പുസ്തകം കാണിച്ച് അറബിക്ക് തെളിവ് പറയാൻ ഒരിക്കലും പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതേ ജമാഅത്ത് ഇസ്ലാമിയുടെ IPH തന്നെ, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് തന്നെ 2 മുസ്ലിമീങ്ങളൊക്കെ വെച്ചിട്ട് ഇറക്കിയ പുസ്തകങ്ങൾ, ഖുർആൻ ബന്ധപ്പെട്ട പുസ്തകം നമുക്കറിയാം. വാണിദാസ് എളയായൂര് എന്ന് പറയുന്ന ഒരു അമുസ്ലിം സുഹൃത്ത്, ഒരു എഴുത്തുകാരന് ഖുർആന്റെ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. അപ്പം വാണിദാസ് വലിയ പണ്ഡിതനാണ് എന്ന് പറയേണ്ടി വരും. ഖുർആൻ പരിഭാഷയാണ് തെളിവെങ്കിൽ തഫീമുൽ ഖുർആൻ പരിഭാഷ ആയതുപോലെ തന്നെ വാണിദാസും ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുണ്ട്. അത് അയാൾ വലിയ പണ്ഡിതനാണെന്ന്, അറബിയിൽ വലിയ കഴിവുള്ള ആളാണെന്ന് അതിന് അർത്ഥമില്ല. കാരശ്ശേരി മാഷ് നിരീശ്വരവാദിയാണ്. അദ്ദേഹം 40 ഹദീസുകൾ വെച്ചിട്ട് വലിയൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അറബിയിൽ കഴിവില്ല എന്ന്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം വലിയ പണ്ഡിതനാണെന്ന് പറയേണ്ടി വരും. IPH തന്നെ ഇറക്കിയ KG രാഘവൻ നായരുടെ ഖുർആനികാശയങ്ങളുടെ കാവ്യാവിഷ്കാരം എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്, അമൃതവാണി എന്ന അതിന്റെ പേര്. അത് അദ്ദേഹം KG രാഘവൻ നായർ ഈ രീതിയിൽ, ഈ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അയാളും വലിയ പണ്ഡിതനാണ് എന്ന് സമർത്ഥിക്കേണ്ടി വരും. അപ്പൊ അത് ഒരു പുസ്തകം എഴുതുക, പരിഭാഷ എന്നുള്ളതല്ലല്ലോ അറബിയിൽ അഗാധമായ ജ്ഞാനമുള്ള പണ്ഡിതൻ എന്ന് പറയാൻ ഉള്ള ആധികാരികത. അതുകൊണ്ട് ഇദ്ദേഹം തന്നെ തുടർന്ന് പറയുന്നത് കേൾക്കും. മൗദൂദിയുടെ അറബി പാണ്ഡിത്യത്തിന്റെ മറ്റൊരു മകുടോദാഹരണമാണ് 18ാമത്തെ വയസ്സിൽ അദ്ദേഹം അറബിയിൽ നിന്ന് ഉറുദുവിലേക്ക് പരിഭാഷപ്പെടുത്തിയ അൽ മർഅത്തുൽ ജദീദ എന്ന് പറയുന്ന ഖാസിം അമീന്റെ ഗ്രന്ഥം. അൽ മർഅത്തുൽ ജദീദ എന്ന് പറയുന്ന ഖാസിം അമീന്റെ അറബി ഗ്രന്ഥം 18ാമത്തെ വയസ്സിലാണ് സയ്യിദ് അബുൽ ആല മൗദൂദി അറബിയിൽ നിന്ന് ഉറുദുവിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത്. അറബി അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ഇത് പരിഭാഷപ്പെടുത്തുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഹൈദരാബാദിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അവിടുത്തെ അന്നത്തെ രാജാവിന്റെ നിർദ്ദേശപ്രകാരം സയ്യിദ് മൗദൂദി അസ്ഫാറെ അർബ എന്ന് പറയുന്ന 4 വാള്യങ്ങളുള്ള പ്രസിദ്ധമായ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ 3ഉം 4ഉം പതിപ്പുകൾ, അസ്ഫാറ അർബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 3ഉം 4ഉം പതിപ്പുകൾ, 3ഉം 4ഉം വാള്യങ്ങൾ സയ്യിദ് മൗദൂദി അറബിയിൽ നിന്ന് ഉറുദുവിലേക്ക് പരിഭാഷപ്പെടുത്തുകയുണ്ടായി. ഒരുവിധം അറബി അറിയുന്നവർക്ക് പോലും തിരിയാത്ത ഗ്രന്ഥമാണ് ഈ പറയുന്നത്. അഥവാ തത്വശാസ്ത്ര ഗ്രന്ഥമാണ്, ഫിലോസഫി ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം പോലും തന്റെ ചെറുപ്രായത്തിൽ പരിഭാഷപ്പെടുത്തുവാൻ സയ്യിദ് അബുൽ ആല മൗദൂദിക്ക് സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അറബി നാടുകളിൽ മക്കയിൽ അദ്ദേഹം ചെന്നപ്പോ 1963 മെയ് 11 മക്കയിലുള്ള മസ്ജിദ് ദഹ്രവിയിൽ വെച്ച് വമ്പിച്ച ഒരു ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സയ്യിദ് അബുൽ ആല മൗദൂദി പ്രസംഗിച്ചത് അറബി ഭാഷയിലായിരുന്നു. ഹജ്ജ് സീസൺ ആയതുകൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വന്ന ധാരാളം ആളുകൾ ആ പ്രഭാഷണം കേൾക്കുവാനുണ്ടായിരുന്നു. ആ പ്രഭാഷണം പിന്നീട് ഉറുദുവിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും. അപ്പൊ നമ്മളെ വീണ്ടും കേട്ടു, ഇദ്ദേഹം തന്നെ തുടർന്ന്, ഈ വലിയ പണ്ഡിതൻ തന്നെ തുടരുകയാണ്. 18ാം വയസ്സിൽ അൽ മർഅത്തു ജദീദ എന്ന് പറയുന്ന അറബി ഗ്രന്ഥം ഉറുദുവിലേക്ക് പരിഭാഷപ്പെടുത്തിയത്ര മൗദൂദി. ഇതേ മൗദൂദിയെക്കുറിച്ച് സ്മൃതിരേഖ എന്നുള്ള പുസ്തകവും അതുപോലെ മറ്റു പല പുസ്തകങ്ങളും 11ാം വയസ്സിലാണ് അൽ മർഅത്തു ജദീദ എന്ന പുസ്തകം മൗദൂദി പരിഭാഷപ്പെടുത്തിയത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം അസീസ് പൊന്മുണ്ടം എന്ന വലിയ ജമാഅത്ത് ഇസ്ലാമിയുടെ മൗലവി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, ഉസ്മാനിയ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി 18ാം വയസ്സിൽ അബുൽ ആല മൗദൂദി അസ്ഫാറെ അർബ എന്ന് പറയുന്ന 3500 പേജുള്ള വലിയ ടഫായ, വലിയ ഹാർഡായ ഒരു അറബി ഗ്രന്ഥം, ഫിലോസഫി ഗ്രന്ഥമാണ് ഇദ്ദേഹം തർജ്ജമ ചെയ്തത്. 3500 പേജുള്ള ഗ്രന്ഥം, അറബി ഗ്രന്ഥമൊക്കെ അത് ഉറുദുവിലേക്ക് തർജ്ജമ ചെയ്യാൻ എത്രത്തോളം അഗാധമായ പാണ്ഡിത്യം അയാൾക്ക് വേണം. ഇതൊക്കെയാണ് സൈബർ പോലാളികളായ
ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ ഇപ്പോൾ ഇറക്കുന്ന ഐഡിയോളജികൾ, അവര് ഇദ്ദേഹത്തിന് വലിയ വിവരമുണ്ട് എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ അവരുപയോഗിക്കുന്ന ചില കോമഡികൾ, ചില അവരുടേതായ ചില സൈക്കോളജിയാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾക്കാർക്കും വാദില്ല അബുൽ മൗദൂദി അറബിയിൽ ഒരക്ഷരം അറിയാത്ത ആളാണ് എന്നുള്ളത്. നമ്മൾ പറയുന്ന 9 വയസ്സ് വരെ, 6 വയസ്സ് മുതൽ 9 വയസ്സ് വരെ വീട്ടിൽ നിന്ന് ട്യൂഷൻ കിട്ടി, കേവലം ട്യൂഷൻ. അത് വക്കീലായ നല്ല മനുഷ്യനായ അദ്ദേഹത്തിന്റെ ഉപ്പയും പുറത്തുനിന്ന് വന്ന ആരോ ഒരാളും കൂടെ ട്യൂഷൻ കൊടുത്തു. ഒരു കുട്ടിക്ക് ട്യൂഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 2-3 വർഷം. അത് കഴിഞ്ഞ് 9 വയസ്സിലാണ് കുട്ടിയെ ആദ്യമായിട്ട് സ്കൂളിൽ ചേർത്തുന്നത്. ഇത് അവരെ ചരിത്രങ്ങളിലൊക്കെ കാണുന്നുണ്ട്, IPH ഇറക്കിയ പുസ്തകങ്ങളൊക്കെ അത് കാണുന്നുണ്ട്. 14 വയസ്സ് വരെയാണ് പഠിക്കുന്നത്. മൗലവി ബിരുദം എന്നാണ് അക്കാലത്ത് SSLCക്കും അതിന്റെ ശേഷമൊക്കെ പറയുന്ന ബിരുദത്തിന്റെ പേര്, മെട്രിക് ബിരുദത്തിനും മറ്റുമൊക്കെ. അപ്പം മൗലവി ബിരുദം ഇക്കാലത്തെ മൗലവി ബിരുദമല്ല, അന്ന് SSLCന്റെ ആ തുല്യതാ യോഗ്യതക്ക് പറയുന്ന പേരുകളാണെന്നൊക്കെ അവരെ പുസ്തകത്തിൽ കാണാം. ഇരിക്കട്ടെ, ഈ SSLC യോഗ്യത വരെയുള്ള ഒരു മനുഷ്യൻ, അതാണ് അദ്ദേഹത്തെ ഈ 5 വർഷം, 9 വയസ്സ് മുതൽ 14 വരെയുള്ള 4-5 വർഷമാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. പള്ളിക്കൂടത്ത് പോയി പാരമ്പര്യ സിലബസ് പ്രകാരം പഠിച്ചത് അതാണ്. ഉറുദു സിലബസ് ആയിരുന്നു, ഉറുദു മീഡിയയിലാണ് പഠിച്ചത്, അല്ലാതെ അറബി മീഡിയയിലും ഇംഗ്ലീഷ് മീഡിയയിലൊന്നല്ല. അവിടെ 1-2 വിഷയം അറബി ഉണ്ടായിരുന്നു. അറബി വിഷയം സ്വാഭാവികമല്ല, ഇന്നും SSLC വരെ പഠിക്കുന്ന മുസ്ലിം കുട്ടികൾ അറബിയിൽ വിഷയം എടുത്ത് പഠിക്കാറുണ്ട്. അവർക്ക് മദ്രസയിലും 4-5 വർഷം 5ാം ക്ലാസ് വരെ അവർ പഠിക്കും, സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിക്കും. ആ കാലയളവിൽ പഠിച്ചതിന്റെ പേരിൽ അവർക്ക് ഖുർആൻ നന്നായി ഓതാൻ അറിയും, ചിലവർക്ക് തജ്വീദ് സഹിതം ഓതാൻ അറിയും, ചിലർക്ക് തജ്വീദ് ഒട്ടും അറിയില്ല. അവർക്ക് പക്ഷേ ഖുർആൻ ഓതാൻ അറിയുമെങ്കിൽ ഖുർആന്റെ അർത്ഥം സഹിതം, ആശയം സഹിതം ഒരിക്കലും ഓതാൻ കഴിയില്ല, അതിന്റെ മീനിങ് ഒരിക്കലും മനസ്സിലാവാറില്ല. 99.4% ആളുകൾക്ക് മനസ്സിലായി. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം, നിങ്ങൾ SSLC വരെ പഠിച്ചപ്പോൾ സ്കൂളിൽ 1 വിഷയോ 2 വിഷയം അറബി പഠിച്ചു, മദ്രസയിൽ 7ാം ക്ലാസ് 5ാം ക്ലാസ് വരെ പഠിച്ചു, നിങ്ങൾക്ക് ഖുർആൻ അർത്ഥം പറഞ്ഞ് ഓതാൻ അറിയാം, ഇപ്പോഴെങ്കിലും അറിയോ? ഇത് എല്ലാ വിഷയത്തിലും ഇത് തന്നെയാണ്. ഇപ്പോ SSLC വരെ പഠിച്ച ഒരു ഇംഗ്ലീഷിൽ പഠിച്ച, ഇംഗ്ലീഷ് മീഡിയയിലോ മലയാള മീഡിയയിലോ പഠിച്ച ആള് ഇംഗ്ലീഷിൽ, ഈ മലയാള മീഡിയയിലാണെങ്കിൽ 1-2-3 വിഷയം ഇംഗ്ലീഷിലുണ്ടാവും SSLC വരെ. അവർക്ക് പത്രം വായിക്കാനൊക്കെ ഒരു പക്ഷെ അറിയും. അതേസമയം അതിന്റെ മീനിങ് അറിയോ, അല്ലെങ്കിൽ മറ്റൊരു പുസ്തകം, ഇംഗ്ലീഷിൽ ടഫായ ഒരു പുസ്തകം ഈ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ അവർക്ക് കഴിയോ? ഇല്ല. ഹിന്ദിയിൽ പഠിച്ച ഒരു വിഷയം എടുത്ത് പഠിച്ചാൽ കഴിയില്ല, അതൊരിക്കലും കഴിയാൻ സാധ്യതയില്ല. അറബിയിൽ അഗാധമായ പരിജ്ഞാനമുള്ളവർ മാത്രം ചെയ്യുന്ന അസ്ഫാർ അർബ പോലത്തെ പുസ്തകങ്ങൾ, വലിയ 3500 പേജിലുള്ളതൊക്കെ രാജാവിന്റെ നിർദ്ദേശപ്രകാരം പരിഭാഷപ്പെടുത്തി എന്നൊക്കെയാണ് ഇവർ തള്ളുന്നത്. ഇതേ ഇവരെന്നെ മൗദൂദിയെ ലോകപ്രശസ്തനായ പണ്ഡിതനും ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഇമാമും മുജദ്ദിദും മുഫസ്സിറും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ സംഭവമാക്കുന്നു. ഇസ്ലാമിക ലോകത്തിനെ പറ്റി അറിയുന്നവർക്കറിയാം, മുജദ്ദിദ് എന്നൊക്കെ പറഞ്ഞാൽ, മുജ്തഹിദ് എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിലെ ലോകത്ത് ഇസ്ലാമിക ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അവർ ഇജ്തിഹാദിന്റെ പവറുള്ള വലിയ ഇസ്ലാമിലെ IPSO IASO PhD എന്നൊക്കെ പറയാൻ പറ്റിയ അത്രയും വലിയ ഉന്നത പൊസിഷനാണ് അതൊക്കെ. ഈ ചാർത്തലുകളാണ് വെറും 14ാം വയസ്സ് വരെ പഠിച്ച മൗദൂദിക്ക് ഇവർ കൊടുക്കുന്നത്. ഇതുവരെ അതാണ് നമ്മൾ കേട്ടത്. ഇനി ഇവരെന്നെ അത് തിരുത്തി പറയുന്നത് നമുക്ക് കേൾക്കാം. വിഷയത്തിൽ മൗദൂദി സാഹിബ് പറഞ്ഞുള്ളത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ദൂഷ്യഫലങ്ങളെ സംബന്ധിച്ച്, അതിന്റെ പോരായ്മകളെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ആ പോരായ്മകളുടെ, ആ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ 21ാം വയസ്സിലും മൗദൂദിക്ക് അറബി അറിയില്ലായിരുന്നു എന്നായി പറയുന്നു. 21ാം വയസ്സിലും മൗദൂദിക്ക് ഖുർആൻ പോലും അർത്ഥമറിഞ്ഞ് ഓതാൻ അറിയില്ലായിരുന്നു. ഖുർആൻ ഓതാൻ അറിയില്ലായിരുന്നു എന്നല്ല, ഓതാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ SSLC വരെ പഠിച്ച എല്ലാവർക്കും കഴിയുന്നതാണ്, നാട്ടിൽ നടപ്പാണ്. പക്ഷെ അങ്ങനെ SSLC വരെ പഠിച്ച ആളുകൾക്ക് ഖുർആൻ ഓതാൻ അറിയുന്നതിന്റെ പേരിൽ അവരാരും ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ മുഫ്തിന്നോ അല്ലെങ്കിൽ ആലിമെല്ലാം ഇമാം എന്നൊന്നും പറയാറില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒട്ടുമിക്ക മുസ്ലിമീങ്ങൾ ഇന്ത്യയിലെ മുഫ്തിമാരും ഇന്ത്യയിലെ വലിയ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഇമാംമാരൊക്കെ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ അസീസ് പൊന്മുണ്ടത്തിനോട് ഈ വിഷയം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്തപ്പോൾ അനീഫ് ആടാനപ്പള്ളി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തിന് ഖുർആൻ പോലും ഓതാൻ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. സത്യത്തിൽ അങ്ങനെയല്ലായിരുന്നു, ഖുർആൻ പോലും അർത്ഥമറിഞ്ഞ് ഓതാൻ അറിയില്ലായിരുന്നു എന്നത് വായിച്ചു കൊടുത്തുള്ള ഒരു പെശക്. ആ പെശകമ്മ പിടിച്ചു ഈ അസീസ് പൊന്മുണ്ടം അബുൽ മൗദൂദിയെ വർണ്ണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവ് ഇന്ന പുസ്തകത്തിൽ, അവരുടെ പുസ്തക സ്മൃതിരേഖകൾ എന്നുള്ള IPHന്റെ പുസ്തകത്തിലുള്ളത് ഇന്നതുപോലെ എന്നൊക്കെ വിശദീകരണ കൊടുത്തിൽ ഇദ്ദേഹം മൗദൂദിയുടെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കുക. നേരത്തെ പറഞ്ഞ ക്ലിപ്പൊക്കെ മറന്നിട്ട് സത്യത്തിലേക്ക് വരും. എന്ന് വെച്ചാൽ വിമർശകർ ഇത്ര കാലം എന്താണോ പറഞ്ഞത് അതിലേക്ക് അസീസ് പൊന്മുണ്ടം എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിന്റെ വലിയ പണ്ഡിതൻ വരുന്നത് കേട്ടോളൂ. വിശുദ്ധ ഖുർആനിന്റെ ആശയം
പഠിപ്പിക്കുവാൻ പറ്റിയ ഒരു അന്തരീക്ഷമായിരുന്നില്ല എന്റെ മദ്രസയിൽ ഉണ്ടായിരുന്നത്. ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല, ഖുർആൻ ഓതുവാൻ പഠിപ്പിക്കുന്നതിലപ്പുറം. അതുകൊണ്ട് തന്നെ അറബി ഭാഷ പഠിച്ചിട്ടും ഖുർആനിന്റെ ആശയം മനസ്സിലാക്കുവാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു 21-ാം വയസ്സിലും എനിക്കുണ്ടായിരുന്നത്. അത് ആ വിദ്യാഭ്യാസ സമ്പ്രദായം, അതിലെ ഈ പോരായ്മകൾ പരിഹരിക്കേണ്ടതാണോ, അതിനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത് എന്നാണ് അദ്ദേഹം തുടർന്ന് പറയുന്നത്. മൗദൂദി സാഹിബിന്റെ തന്നെ വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഒരു തകരാറുണ്ടായിരുന്നു. പിൽക്കാലത്ത് ഈ ന്യൂനത എനിക്ക് വ്യക്തമായി അനുഭവപ്പെടുകയുണ്ടായി, എനിക്ക് വല്ലാതെ അനുഭവപ്പെടുകയുണ്ടായി. പതിവനുസരിച്ച് എന്നെയും ഖുർആൻ പഠിക്കുന്നതിന് മുമ്പേ ബാഗ്ദാദി ഖായിദയാണ് പഠിപ്പിച്ചത്. പതിവനുസരിച്ച് എന്നെയും ഖുർആൻ പഠിപ്പിക്കുന്നതിന് മുമ്പേ ബാഗ്ദാദി ഖായിദയാണ് പഠിപ്പിച്ചത് എന്നതായിരുന്നു ആ ന്യൂനത. പൊതുവെ അന്നത്തെ മുസ്ലിങ്ങൾ പിന്തുടർന്ന ഈ നയം ഇന്നും തുടർന്നു പോരുന്നുണ്ട്. അപ്പോ നമ്മളിപ്പോ കേട്ടു, മൗദൂദിയുടെ സ്മൃതിയിൽ മൗദൂദി തന്നെ പറയുകയാണ്, 21-ാം വയസ്സിലും എനിക്ക് ഖുർആൻ അർത്ഥം അറിഞ്ഞ് ഓതാൻ അറിയില്ലായിരുന്നു. അത് ബാഗ്ദാദി ഖായിദ പഠിച്ചതുകൊണ്ടാണെന്ന്. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് വീട്ടിലെ ട്യൂഷനും ഓത്തുപള്ളിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ അത് അർത്ഥം പഠിപ്പിക്കോ, തജ്വീദ് പഠിപ്പിക്കോ, ഖുർആൻ പഠിപ്പിക്കോ, എന്താ ചെയ്യേണ്ടത്? വെറും തജ്വീദും ഖുർആനും മാത്രം അർത്ഥം പഠിപ്പിച്ചാൽ പോരല്ല. മതവിദ്യാഭ്യാസത്തിന്റെ അഖായിദകൾ, അതുപോലെ തന്നെ അമലിയാത്തുകൾ, ദീനിയാത്തുകളൊക്കെ പഠിപ്പിക്കണ്ടേ? ഓരോ ഫിഖും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണ്ടേ? അപ്പൊ ട്യൂഷൻ കൊടുത്തൊരു കുട്ടിക്ക് അത്ര തന്നെ അറിയുള്ളൂ. അത് ഇന്ന് മദ്രസയിലും അങ്ങനെ തന്നെയാണ്. ജമാഅത്ത് ഇസ്ലാമിന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടോ ഖുർആൻ അർത്ഥം അറിഞ്ഞ് ഒരു 7-ാം ക്ലാസ് 8-ാം ക്ലാസ് വരെയൊക്കെ അർത്ഥം പഠിപ്പിക്കുന്നുണ്ട്? അല്ല, മറ്റുള്ള കുറെ നിസ്കാരവും നോമ്പും മറ്റുള്ള വിഷയങ്ങൾ, ഹജ്ജും ധർമ്മവും സക്കാത്തും ഒക്കെ പഠിപ്പിക്കണ്ടേ? അതാണ് വിഷയം. അങ്ങനെ പഠിച്ചൊരു കുട്ടിയെ പറ്റിയാണ് ഇവർ പറയുന്നത് 18-ാം വയസ്സിൽ അദ്ദേഹം അൽ മർഅത്തു ജദീദ, ചിലർ പറയുന്നു 11-ാം വയസ്സിൽ എന്നൊക്കെ വലിയ തള്ളുണ്ട്. ലോകം കണ്ട, അങ്ങനെയാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ ബ്രില്യന്റ് ബുദ്ധിജീവിയായി ഇദ്ദേഹത്തെ കൊണ്ടുവരേണ്ടി വരും. ഈ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അസ്ഫാറ അർബ തർജ്ജമ ചെയ്തു, 3500 പേജുള്ള ടഫുള്ള കാര്യം ഫിലോസഫി ഗ്രന്ഥം ചെയ്തു എന്നൊക്കെ പറഞ്ഞ അതേ നാവ് കൊണ്ട് പറയുന്നു 21-ാം വയസ്സിലും ഖുർആൻ അർത്ഥം അറിഞ്ഞ് ഓതാൻ അറിയില്ലായിരുന്നു എന്ന്. അപ്പൊ എന്തായി? നേരത്തെ പറഞ്ഞത് മുഴുവൻ പൊളിയാണ്. ഇത്രയും നമ്മളും പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന് അറബിയിൽ എഴുതാൻ തീരെ അറിയില്ല, വായിക്കാൻ അറിയില്ല എന്നുള്ളതൊന്നല്ല. അർത്ഥമറിഞ്ഞ് എന്ന് വെച്ചാൽ ഹർക്കത്തിടാത്ത അറബി വായിക്കാൻ കഴിയില്ല. ഇപ്പം തന്നെ നിങ്ങളൊക്കെ ചിന്തിച്ചോളൂ, നിങ്ങളൊക്കെ അത്യാവശ്യം ഖുർആൻ വായിക്കും, ഖുർആൻ ഓതും, പാരായണം ചെയ്യും. അതുപോലെ തന്നെ അറബിയിലുള്ള പേരും ബോർഡും ഒക്കെ വായിക്കാൻ ചിലപ്പം കഴിഞ്ഞേക്കും. അതേസമയം ഹറക്കത്തിടാത്ത അതേ ഖുർആന്റെ നേരെ താഴെയുള്ള ബുഖാരി, ഇസ്ലാമിന്റെ ഗ്രന്ഥാണല്ലോ, ആ ബുഖാരി ഹറക്കത്തും ഒന്നും ഉണ്ടാവില്ല. അത് വായിക്കാൻ നിങ്ങൾക്ക് കഴിയോ? തെറ്റുകൂടാതെ വായിക്കാൻ കഴിയോ? കഴിയില്ല. പലർക്കും കഴിയില്ല. 99% ആളുകൾക്കും കഴിയില്ല. അത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. തെറ്റുകൂടാതെ വായിക്കാൻ അറിയില്ല, തെറ്റുകൂടാതെ സംസാരിക്കാൻ അറിയില്ല, തെറ്റുകൂടാതെ അദ്ദേഹത്തിന് പ്രസംഗിക്കാനും എഴുതാനും അർത്ഥം വെക്കാനും അറിയില്ല. ഈ മനുഷ്യനെ ആലിമുല്ലെല്ലാം ആക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തതും എഴുതിയതും ഒക്കെ തെറ്റായിരുന്നു എന്നാണ് ഇത്രകാലം വിമർശകരൊക്കെ പറയുന്നത്. ഇനിയും തുടർന്ന് കേട്ടോളൂ. പറയുകയാണ്, അറബി പഠിച്ച ശേഷവും ഖുർആൻ അർത്ഥം മനസ്സിലാക്കാതെ ഓതിപ്പോരുകയായിരുന്നു ഞാൻ. അറബി പഠിച്ച ശേഷവും, അറബി അറിയാത്തത് കൊണ്ടല്ല, അറബി പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഖുർആൻ തഫ്സീർ സഹിതം, അതിന്റെ അർത്ഥ സഹിതം, അതിന്റെ ആശയ സഹിതം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പഠനം ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നടത്തിയിട്ടില്ല. അറബിയിൽ എനിക്ക് പാണ്ഡിത്യമുണ്ടായിരുന്നു, അറബി ഞാൻ പഠിച്ചിരുന്നു. മൗദൂദി പറയുന്നത് അതാണ്. അറബി പഠിച്ച ശേഷവും ഖുർആൻ അർത്ഥം മനസ്സിലാക്കാതെ ഓതിപ്പോരുകയായിരുന്നു ഞാൻ. 21-ാം വയസ്സിൽ ഈ തെറ്റ് എനിക്ക് ബോധ്യമായി. ഞാൻ ഖുർആൻ പഠിക്കുവാൻ മനസ്സിലാക്കുന്നതിന് ശ്രമം തുടങ്ങി. ഞാൻ ഖുർആൻ മനസ്സിലാക്കുന്നതിന് ശ്രമം തുടങ്ങി. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് മൗദൂദി സാഹിബ് പറഞ്ഞത്, എങ്ങനെയാണ് ഹനീഫ് അതിനെ തെറ്റിദ്ധരിപ്പിച്ചത്. അപ്പൊ നമ്മള് കേട്ടു ഈ ഹനീഫ് തെറ്റിദ്ധരിപ്പിച്ചു പറഞ്ഞാൽ അതിന്റെ പിന്നാലെ കൂടെ സത്യത്തിൽ ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത്? അർത്ഥം മനസ്സിലാവാതെ 21-ാം വയസ്സിലും ഓതുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. 21-ാം വയസ്സ് മുതൽ എനിക്ക് 21-ാം വയസ്സിൽ എനിക്കത് ബോധ്യമായി. 21-ാം വയസ്സിന് ശേഷം ഞാനത് നന്നാക്കി ഓതാൻ അർത്ഥം പഠിക്കാനുള്ള ശ്രമം നടത്തി എന്നല്ല മൗദൂദി പറഞ്ഞത്. മൗദൂദി സാഹിബ് ഈ പറയുന്ന സ്വന്തം അനുഭവമാണ്. അതേ മൗദൂദിയെ ഇവർ വലിയ ബോൾഡ് ചെയ്ത് വലിയ സംഭവമാക്കിയിട്ട് ലോക പ്രശസ്തനായി അവതരിപ്പിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഇദ്ദേഹം പറയുന്നതും ഇവർ ഇദ്ദേഹത്തെ പറ്റി അവതരിപ്പിക്കുന്നത് രണ്ടും കൂടെ കോമ്പിനേഷൻ ഒക്കുന്നില്ല. ഇദ്ദേഹം അത്ര വലിയൊരു ആലിമ, ഇവർ പർവ്വതീകരിച്ച് പറയുന്ന രീതി ആലിമാണെങ്കിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ അതൊക്കെ ഒന്ന് പറയേണ്ടിയിരുന്നു. അദ്ദേഹം എഴുതിയതായ ഗ്രന്ഥങ്ങളും അദ്ദേഹം പഠിച്ചതും ഒക്കെ കൊണ്ടുവരേണ്ടിയിരുന്നു. 21-ാം വയസ്സിലും എനിക്ക് ഖുർആൻ പോലും അർത്ഥമറിഞ്ഞ് ഓതാൻ അറിയില്ലെന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം പറയുമ്പോൾ ഇവർ അദ്ദേഹത്തെ വലിയ ബോൾഡ് ചെയ്ത് അവതരിപ്പിക്കുക. ഏതൊരു പ്രസ്ഥാനത്തിന്റെ ഒരു ലീഡർ ഭയങ്കര സംഭവമാണ്, വലിയ മഹാനാണ് എന്നൊക്കെ അവതരിപ്പിക്കുക.
സംഘടിപ്പിച്ച ആ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പാണ്. അത് അവരൊരു ഹിഡൻ അജണ്ടയാണ്. ആ അജണ്ടയാണ് സത്യത്തിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ അവരെ പുസ്തകത്തിൽ നിന്ന് തന്നെ പല തെളിവുകൾ ഉദ്ധരിച്ചു. അദ്ദേഹം ഡമസ്കസിൽ ചെന്നപ്പോൾ അവിടുന്ന് അറബിയിൽ പ്രസംഗിക്കാൻ കഴിയാതെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ, മറ്റുള്ളവരുടെ ഇടയല്ല, ഇസ്ലാമിക പണ്ഡിതന്മാരെ മുസ്ലിം സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ കഴിയാതെ 2 തവണ അലി മിയാൻ നദ്വിയെ കൊണ്ട് പ്രസംഗിപ്പിച്ചത്. അലി മിയാൻ നദ്വി തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് മരണശേഷം, മരിച്ചാൽ എല്ലാവരും നല്ലതല്ലേ പറയുള്ളൂ, അനുഭവം പറയാം, ഇദ്ദേഹം അത്തരം പ്രസംഗിക്കാൻ കഴിയാത്തതുകൊണ്ട്, അറബി പ്രസംഗിക്കാൻ കഴിയാത്തതുകൊണ്ട് ഉറുദുവിൽ പ്രസംഗിച്ച് മാറ്റിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു പല സ്ഥലത്തും പർദ എന്ന ഒരു അറബി ഉറുദു പുസ്തകം എഴുതിയിട്ട് അത് അറബിയിലേക്ക് മാറ്റാൻ അലിമിയാൻ നദ്വിയുടെ നെതുവ എന്ന സംഘടനയുടെ പിന്നാലെ നടന്ന കഥ അലിമിയാൻ നദ്വി പറയുന്നുണ്ട്. ഇന്ത്യക്കാരനായ ഫൈസൽ അവാർഡ് കിട്ടിയ ആളാണല്ലോ അലിമിയാൻ നദ്വി, വലിയ പണ്ഡിതനാണല്ലോ. അദ്ദേഹം പറയാണ്. മാത്രല്ല മസ്ഊദ് ആലൻ നദ്വി എന്ന് പറയുന്ന ഒരു പണ്ഡിതനെയാണ് അബുൽ ആല മൗദൂദ് തർജമക്കും അറബി എഴുത്തിനും കാര്യങ്ങൾക്കൊക്കെ നിയമിച്ചത്. 4ഓളം ഭാഷാ പണ്ഡിതന്മാരെയാണ് അറബിയിൽ കത്തെഴുതാനും അത് തർജമ ചെയ്യാനും ഒക്കെ നിയമിച്ചിരുന്നത്, ഭാഷാ കൈകാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഈ അറബി മൗദൂദി എഴുതുന്ന അറബി പ്രചരണത്തിന് യോഗ്യമല്ലാത്തത് കൊണ്ടാണ് അലിമിയാൻ നദ്വിയെ നിയമിച്ചത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ അനുഭവക്കുറികൾ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള അനുഭവങ്ങൾ അലിമിയാൻ നദ്വിയെ പോലെ, അലി ഹസൻ നദ്വിയെ പോലുള്ള ആളുകൾ അത് പറയുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ലോജിക്ക്, അവരെ ഈ വിഷയത്തിൽ ഇദ്ദേഹത്തെ ഉയർത്തി കാണിക്കാൻ അവരെ ബുദ്ധി പോയ പോക്ക്, അവരുടെ ഹിഡൻ അജണ്ട നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അദ്ദേഹം ആലിമല്ല എന്ന് പറയാൻ കാരണം, അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് പല എഴുത്തുകുത്തുകളിലൂടെയും മുൻഗാമികളെ തള്ളുകയും സ്വയം അമീറാവുകയും അദ്ദേഹം തന്നെ പറയുകയാണ് 1400 വർഷത്തോളം പഴക്കമുള്ള ഇസ്ലാമിനെ ഞാൻ പൊട്ടിച്ചെറിയുന്നത്, പാരമ്പര്യ മതത്തെ പൊട്ടിച്ചെറിയുന്ന കലിമ ചൊല്ലി പുതിയ മുസ്ലിമായ രംഗത്ത് വരുന്നത്. ഈ മനുഷ്യൻക്ക് മതം അറിയില്ലെങ്കിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനെ നമുക്ക് കുഴപ്പമില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, സലഫി പണ്ഡിതന്മാരുണ്ട്, സുന്നി പണ്ഡിതന്മാരുണ്ട്, മറ്റു പണ്ഡിതന്മാർ, ആരെയും നമ്മൾ വിമർശിക്കുന്നില്ലല്ലോ. അവർ ആശയങ്ങളെ ആദർശങ്ങളെ വിമർശിക്കുന്നു. അതേസമയം പാണ്ഡിത്യമില്ല എന്ന് പറയുന്ന അബുൽ ആല മൗദൂദിയെ മാത്രമാണ്. അതിന് അങ്ങനെ പറയാൻ കാരണം, അയാൾ വലിയ ബുദ്ധിജീവിയാണ്, സമർത്ഥനാണ്, വലിയ ഐഡിയോളജി അറിയുന്ന ആളാണ്, വലിയ മാനേജിംഗ് പവർ അറിയുന്ന ആളാണ്, അദ്ദേഹം ഓർഗനൈസിങ് അറിയുന്ന ആളാണ്, ഇസ്ലാമിനെ മുസ്ലിം രാഷ്ട്രീയത്തെ കൺവീൻസ് ചെയ്യാൻ അറിയുന്ന ആളാണ്. ഇത് അയാളെ പേഴ്സണാലിറ്റി ഒക്കെ നമ്മൾ അംഗീകരിക്കുന്നു, അതൊന്നും നമ്മൾ ഇടിച്ചു ചേർത്തില്ല. അയാൾ വിവരമില്ലാത്തതിന്റെ പേരിൽ മതത്തിലെ അഗാധമായ പരിജ്ഞാനമോ അറിവോ നോളജോ ഇല്ലാത്തതിന്റെ പേരിൽ അദ്ദേഹം കുറെ അബദ്ധജടിലവും വാസ്തവിരുദ്ധമായ വാദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് അയാൾ എഴുതി വിറ്റ് പൈസ ആക്കിയിരുന്നു. മക്കൾ അമേരിക്കയിൽ അവിടെ ഇവിടെയൊക്കെ അത് പഠിപ്പിച്ചിരുന്നു. മക്കൾ ഒരാളെയും ജമാഅത്ത് ഇസ്ലാമി ആക്കിയിട്ടില്ല എന്ന മകൻ പറയുന്നു. അപ്പോൾ ഇത്രത്തോളം അധപ്പതിച്ചൊരു പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിയ മുസ്ലിം പണ്ഡിതന്മാരെ പിൻപറ്റുന്ന സാധാരണക്കാരും അതിൽ നിന്ന്, ആ പ്രസ്ഥാനത്തിൽ നിന്ന് 6 മാസം കൊണ്ട് തന്നെ പിൻവലിഞ്ഞു. ലാഹോറിൽ പോയി ഇത് ഉണ്ടാക്കാൻ 41 കൂടിയിരുന്ന ആളുകൾ തന്നെ ഒരുപാട് കൊഴിഞ്ഞുപോയി. ആ കൊഴിഞ്ഞുപോക്കിന് അർത്ഥം എന്താണ്? അലിമിയാൻ നദ്വിയെ പോലെയുള്ള, മൻസൂർ നൊമാനി പോലെ വലിയ വലിയ പണ്ഡിതന്മാർ, വൈദ്വീപ് ഖാനെ പോലത്തുള്ള ആളുകളൊക്കെ കൊഴിഞ്ഞു പോകാനുള്ള അടിസ്ഥാന കാരണം എന്താണ്? അത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം, അതിന്റെ മൂലധനമായ മൗദൂദി സാഹിബുമൊക്കെ അദ്ദേഹത്തിന്റെ വിവരക്കെടും ഇസ്ലാമിക ആദർശ ആശയത്തിൽ നിന്നുള്ള പിഴവുമാണ്. അത് മനസ്സിലാക്കി പലരും പോകുന്നു. മദീന യൂണിവേഴ്സിറ്റി സിലബസ് ഉണ്ടാക്കിയെന്നവർ പറഞ്ഞത് വളരെ കളവാണ്. സിലബസ് ഉണ്ടാക്കിക്കൊണ്ടത് അവർ അംഗീകരിച്ചില്ല, തള്ളിപ്പോയി എന്ന് സ്മൃതിരേഖകൾ 120-ാമത്തെ പേജിലോ മറ്റുണ്ട്. ഫൈസൽ അവാർഡ് ഒരിക്കലും അത് ഇസ്ലാമിക പണ്ഡിതന്മാർക്കുള്ള സേവനത്തിനുള്ളതാണ്. പല സാധാരണക്കാരായ പണ്ഡിതന്മാരല്ലാത്ത അഭ്യസ്തവിദ്യരായ സാധാരണക്കാർക്കും ഫൈസൽ അവാർഡ് പിൽക്കാലത്ത് കിട്ടിയിട്ടുണ്ട്. പ്രഥമ അവാർഡ് തന്നെ 2 പേർക്ക് കിട്ടിയിട്ട്, ഒന്ന് മറ്റൊരു പണ്ഡിതനെ, ഒന്ന് മൗദൂദിയായിരുന്നു. മൗദൂദി അറബി അറിയാത്തതുകൊണ്ടോ എന്ന് അറിയില്ല, അവിടെ പോയിട്ടില്ല, എന്നായാലും മേടിക്കാൻ പോയില്ല, വേറെ ആളെ വിട്ടിക്കാണ്. അത് സൗദി ഇദ്ദേഹത്തിന്റെ കോമഡികളൊക്കെ അതിൽ വഞ്ചിതരായി ഇദ്ദേഹത്തെ തലയിലേറ്റിയിരുന്നു. പിന്നെ ഇപ്പോൾ സൗദി തന്നെ ഇവരെ തള്ളിയിട്ടുണ്ട്. ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അവസ്ഥ. ഇപ്പോ ഇതേ അവസ്ഥ ഷമീർ വടകര എന്ന് പറഞ്ഞ ഇവരുടെ നേതാവുണ്ട്, എപ്പോഴും ക്ലിപ്പിട്ട് ഓടി രക്ഷപ്പെടുന്ന ഒരാൾ, ചർച്ചക്കൊന്നും നിൽക്കാതെ. അവനും പറയുന്നുണ്ട്, ഈ പുസ്തകം വായിച്ചിട്ട് മൗദൂദിക്ക് 21-ാം വയസ്സിൽ പോലും അറബി ഖുർആൻ അർത്ഥമറിഞ്ഞോതാൻ അറിയില്ലായിരുന്നു.
18-ാം വയസ്സിലൊക്കെ വലിയ ഗ്രന്ഥത്തിന്റെ കർത്താവായ ഒരാൾക്ക് 21-ാം വയസ്സിൽ ഖുർആൻ അർത്ഥം അറിഞ്ഞ് ഓതാൻ അറിയില്ലായിരുന്നു വെച്ചാൽ അപ്പൊ ഇദ്ദേഹത്തിന് അത്രയും നാളും ഇവരില്ലായിരുന്നു എന്ന് ഇവർ സമ്മതിക്കാണ്. അതിന്റെ ശേഷം പഠിക്കാൻ അവസരം കിട്ടിയില്ല. 15-ാം വയസ്സിൽ ശേഷം വീട്ടിലെ പ്രയാസം കാരണം ബാലവേലക്ക് പോയി, എഴുത്തായി, എഴുത്തിന് വേണ്ടി പരന്ന വായനയിലൂടെ യുക്തിവാദിയായി, യുക്തിവാദത്തിൽ നിന്ന് പരിഷ്കാരത്തിലേക്ക്, പരിഷ്കാരിയായിരിക്കെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു വലിയ പരിഷ്കാരി പെണ്ണിനെ കല്യാണം കഴിച്ചു, രാഷ്ട്രീയത്തിലേക്ക് പോയി, കുറെ ജയിലിലും മറ്റൊക്കെ ആയി. അങ്ങനെയാണ് ക്ലീൻ ഷേവും നെര്യാണിക്ക് താഴെ തുണിയൊക്കെ ഉരിഞ്ഞ് നടന്നിരുന്ന മൗദൂദി ആത്മീയ ജീവിതത്തിലേക്ക്, ആത്മീയ ചൂഷണത്തിലേക്ക് ഇറങ്ങി വലിയ തങ്ങൾ തൊപ്പിയും താടിയൊക്കെ വെച്ചിട്ട് ഇതാണ് നല്ലത് എന്ന്. അദ്ദേഹത്തിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്ന് നമുക്കറിയില്ല. ഇതാണ് ഇപ്പോഴത്തെ സൂത്രം, അതാണ് ദുന്യാവില് വലിയ വിലസാനുള്ള ഒരു വഴി, ഒരു ആത്മീയ കച്ചവടമാണെന്നുള്ളതിൽ അദ്ദേഹം ആത്മീയ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഇതാണ് സത്യാവസ്ഥ. ഇതാണ് മുൻകാലത്തും പിൽക്കാലത്തൊക്കെ ഉള്ള പണ്ഡിതന്മാർ പറയുന്നത്. ഇതന്നെയാണ് ഇതിന്റെ അവസ്ഥ തന്നെയാണ്. ഖുർആനിൽ എനിക്ക് 21-ാം വയസ്സിലും അറിയില്ലായിരുന്നു, അർത്ഥം പറഞ്ഞ് ഓതാൻ അറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതിലെ ആകെ തുകയും. ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇത്തരം ചർച്ചയ്ക്കൊന്നും വരില്ല. അവർക്ക് സംസ്ഥനെ പിളർത്തണം, സുന്നികളെ തമ്മിൽ തല്ലിക്കണം, മുജാഹിദിനെ തമ്മിൽ തല്ലിക്കണം, APK ഗ്രൂപ്പാക്കി തിരിക്കണം, മുസ്ലിം ലീഗിന്റെ ഷാജിയെയും മുനീറിനെയും ലീഗിനെയൊക്കെ അവമതിച്ച് കാണിക്കണം, INL-നും PDP ഒക്കെ തരം താഴ്ത്തി കാണിക്കണം, ആലിമീങ്ങളെ തമ്മിൽ തല്ലിക്കണം. ഇത്രയൊക്കെ അവർക്കുള്ളൂ. അവര് പ്ലാച്ചുമടയും അതുപോലെ തന്നെ കിളിവായലും അതുപോലെ ആടത്തേക്ക് മാഞ്ചിയും പാവം അസനാജിനെ JDT-ലൊക്കെ ഇട്ട് പീക്കാനൊക്കെ പോകും. സ്വന്തം കാര്യം മറ്റുള്ളവർ ചർച്ച ചെയ്യുമ്പോൾ പല്ലും നഖം ഉപയോഗിച്ച് അവരെ എതിർക്കാൻ വരും. മാത്രമല്ല ഇവരെ മുൻകാലത്ത് എതിർത്ത പരലക്ഷം പണ്ഡിതന്മാര്, ധാരാളം പണ്ഡിതന്മാർ ഇദ്ദേഹത്തിനെതിരിൽ ഫത്വ കൊടുത്തവരും ഇദ്ദേഹത്തെ അവമതിച്ചവരും ഇദ്ദേഹത്തെ താഴ്ത്തിയവരൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ആശയാദർശത്തിലുള്ള വൈകല്യങ്ങൾ തുറന്നു കാണിച്ച് ബോൾഡ് ചെയ്ത് അവതരിപ്പിച്ച ആളുകളൊക്കെ ഉണ്ട്. അതിന്റെ കണ്ടന്റുകളൊക്കെ നമ്മുടെ അടുത്ത വിഷയത്തിൽ, അടുത്ത ക്ലിപ്പിലൊക്കെ വരും ഇൻഷാ അല്ലാഹ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഹമീദ് കാരയുടെ ഒമാൻ എന്നെ ഫേസ്ബുക്കിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫേസ്ബുക്ക് തുറന്നു നോക്കി ഹമീദ് കാരയുടെ ഒമാൻ തുറന്നു നോക്കി ഒരുപാട് തെളിവ്, ഈ പറഞ്ഞതിലും അതിലപ്പുറമുള്ള ഒരുപാട് തെളിവുണ്ട്. ഇനിയും തെളിവുകൾ അതിൽ വരും വഴി പോസ്റ്റുകൾ ഇൻഷാ അല്ലാഹ് ഫ്യൂച്ചറിൽ വരും. നിങ്ങൾക്കത് തുറന്നു നോക്കുകയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി എത്രത്തോളം കംഫോർട്ടാണ് ഇസ്ലാമിക രംഗത്ത് എന്നുള്ള അവരുടെ ഓരോ വിഷയങ്ങളും നമുക്ക് അവരുടെ ഇപ്പോഴത്തെ പൊസിഷനും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.